ശ്രീത്ത് കൂടി ചെയ്യുന്നുണ്ട്. ശ്രീത്ത്, അറിയേണ്ടത് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന കോൺഗ്രസിലെ ഈ നടപടി അതുകൊണ്ട് തൃപ്തിപ്പെടുമോ യു.ഡി.എഫിലെ മറ്റ് ഘടകകക്ഷികൾ എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കെ രമയോട് അടക്കമുള്ള ആൾക്കാരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. എം.എൽ.എ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയുണ്ടോ, അല്ലെങ്കിൽ അത് തുടരുന്നത് ശരിയാണോ എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ വനിതാ നേതാക്കളടക്കം പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ യു.ഡി.എഫ് എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഈ അഭിപ്രായം പോരാ എന്ന് ഏതെങ്കിലും കക്ഷികൾ പറയുന്നുണ്ടോ? പ്രജിൻ, ഉയർന്നു വന്ന ആരോപണങ്ങളുടെ ഗുരുതര സ്വഭാവം പരിഗണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാംഗത്തിൽ നിന്നുകൂടി പുറത്താക്കണമെന്ന് ആവശ്യം പലർക്കുമുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം നൽകുന്നത് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഭദ്രമായി നിലനിർത്തുക എന്നത് തന്നെയാണ്. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിച്ചാലും ഇല്ലെങ്കിലും വിവാദത്തിന് ഒരു അറുതി വരുത്തണമെന്ന അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിലാണ് നേതാക്കൾക്കിടയിൽ ഒരു മുൻതൂക്കമുള്ളത്. അങ്ങനെയാണ് ഏകകണ്ഠമായൊരു തീരുമാനത്തിലേക്ക് KPCC വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുന്നു. ആ സസ്പെൻഷൻ കേവലം ഏതെങ്കിലും നിശ്ചിത കാലാവധിയിലേക്കല്ല, മറിച്ച് അനിശ്ചിതകാലത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അനിശ്ചിതകാലത്തേക്കുള്ള ഈ സസ്പെൻഷൻ നടപടി ഒരുപക്ഷെ കടുത്ത ആരോപണങ്ങൾ വരികയാണെങ്കിൽ പുറത്താക്കലിലേക്ക് വരെ എത്തും. എന്തായാലും കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുമായോ മറ്റ് പാർലമെൻ്ററി പാർട്ടി സംവിധാനങ്ങളുമായോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹകരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നിയമോപദേശം വീണ്ടും കോൺഗ്രസ് നേടുന്നുണ്ട്. എന്തായാലും ഇതേപ്പറ്റി ഇനി അന്വേഷണമില്ല. ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് തെരഞ്ഞെടുപ്പിൻ്റേതായ പ്രചാരണ പരിപാടികളിലേക്കും മറ്റും നീങ്ങണമെന്ന അഭിപ്രായമാണ് യു.ഡി.എഫിൽ പൊതുവേ ഉള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ തിരിച്ചുപിടിക്കുക, സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തുക, അത്തരം വിഷയങ്ങൾ പൊതുമണ്ഡലത്തിൽ ചർച്ചയാക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്കാണിപ്പോൾ യു.ഡി.എഫ് പൊതുവിൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദം ഇവിടെ അവസാനിപ്പിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.